കേട്ട് ശീലിച്ച ഒരു കാര്യമുണ്ട്, പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന്. സത്യം പറഞ്ഞാൽ അത് പകുതി മാത്രം ശരിയാണ്. അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ പേരിലുള്ള ആ വസ്തു നിങ്ങളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ നികുതിയില്ല എന്നത് സത്യമാണ്. എന്നാൽ ആ സ്വത്ത് മറ്റൊരാൾക്ക് കൈമാറി പണമാക്കുന്ന ആ നിമിഷം ആദായ നികുതി വകുപ്പിന്റെ നിയമങ്ങൾ മാറും. നമ്മുടെ മുത്തശ്ശന്മാരോ മാതാപിതാക്കളോ ചോര നീരാക്കി ഉണ്ടാക്കിയ മണ്ണ് കൈമാറ്റം ചെയ്യുമ്പോൾ ആ പണത്തിൽ നികുതി വകുപ്പിന് എത്ര പങ്കുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും കൃത്യമായി ചിന്തിച്ചിട്ടുണ്ടോ? 2024 ജൂലൈ 23 കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങളും തുടർന്ന് നിലവിൽ വന്ന 2025 പുതിയ ആദായ നികുതി ആക്ടിലെ മാറ്റങ്ങളും കാര്യങ്ങളാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇക്കണോമിക്സ് ടൈംസ് 2024 ഓഗസ്റ്റ് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച വിശദമായ റിപ്പോർട്ട് പ്രകാരം പാരമ്പര്യമായി ലഭിച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ വലിയ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. പഴയ 1961 ആദായ നികുതി ആക്ടിലെ സങ്കീർണതകൾ ഒഴിവാക്കി പുതിയ 2025 നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിയമപ്രകാരമുള്ള അവകാശികൾ നേരിടുന്ന പ്രധാന സങ്കീർണത ഇതിന്റെ നികുതി കണക്കുകൂട്ടലാണ്. പഴയ നിയമത്തിൽ 20% നികുതിയും ഇൻഡെക്സേഷനും ആനുകൂല്യവും ഉണ്ടായിരുന്നു. എന്നാൽ 2024 ജൂലൈ 23 ശേഷം നടക്കുന്ന കൈമാറ്റങ്ങൾക്ക് ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% എന്ന കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 2024 ജൂലൈ 23 മുൻപ് സ്വന്തമാക്കിയ വസ്തുക്കളാണെങ്കിൽ ഇൻഡെക്സേഷനോടെ 20% അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% എന്നതിൽ ഏതാണോ ഏറ്റവും ലാഭകരം അത് തിരഞ്ഞെടുക്കാൻ നികുതിദായകന് അവകാശമുണ്ട്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അഥവാ CII കണക്കുകൾ പരിശോധിച്ചാൽ 2001-2002 സാമ്പത്തിക വർഷത്തിലെ ഇൻഡെക്സ് 100 ആയിരുന്നത് 2024-2025 സാമ്പത്തിക വർഷത്തിൽ 363 ഉയർന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വളരെ പഴയ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ രണ്ട് രീതിയിലും കൃത്യമായി നികുതി കണക്കാക്കി ഏതാണ് പണം ലാഭിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബസ്വത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്വന്തമാക്കിയതാണെങ്കിൽ രണ്ട് രീതിയിലും നികുതി കണക്കാക്കി ഏതാണ് പണം ലാഭിക്കുന്നതെന്ന് കണ്ടെത്തണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വത്ത് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ മൂല്യം എങ്ങനെ കണക്കാക്കും? ആദായ നികുതി നിയമപ്രകാരം ആ വസ്തു ആദ്യത്തെ ഉടമ എത്ര രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് ആ തുകയാണ് കണക്കിലെടുക്കുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ മുത്തശ്ശൻ 1990 സ്വന്തമാക്കിയ വസ്തുവാണെങ്കിൽ 2001 ഏപ്രിൽ 1 ഫെയർ മാർക്കറ്റ് വാല്യൂ, അതായത് അന്നത്തെ ന്യായമായ വിപണി വില അടിസ്ഥാന വിലയായി എടുക്കാം. ഇതിനായി അന്നത്തെ സബ് രജിസ്ട്രാർ ഓഫീസിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി മൂല്യം അടിസ്ഥാനമാക്കിയുള്ള ഔദ്യോഗിക രേഖകൾ കണ്ടെത്തേണ്ടി വരും. ആ സമയത്തെ ഗവൺമെന്റ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പഴക്കമുള്ള ഈ രേഖകൾ സംഘടിപ്പിക്കുക എന്നത് ചെറിയ ജോലിയല്ല. ആധാരങ്ങളുടെ പകർപ്പും വില്ലേജ് ഓഫീസിലെ രേഖകളും ശേഖരിക്കുന്നത് വലിയൊരു പ്രക്രിയ തന്നെയാണ്. ഇനി വസ്തു കയ്യിൽ വെച്ചിരിക്കുന്ന കാലയളവ് എങ്ങനെ കണക്കാക്കും? ഇവിടെയും നിയമം നമ്മോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ആദ്യ ഉടമ വസ്തു കൈവശം വെച്ചിരുന്ന കാലയളവും അവകാശിയുടെ കാലയളവും കൂട്ടി മൊത്തം 24 മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആയി പരിഗണിക്കും. പാരമ്പര്യ സ്വത്തായതുകൊണ്ട് ആദ്യ ഉടമയുടെ കാലയളവ് കൂടി കണക്കാക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. 2025 പുതിയ ആദായ നികുതി നിയമത്തിൽ സെക്ഷൻ 302 പ്രകാരം മരണപ്പെട്ട വ്യക്തിയുടെ കുടിശ്ശികയുള്ള ആദായ നികുതി ബാധ്യതകൾ തീർക്കാൻ നിയമപരമായ അവകാശികൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അതായത് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് മുൻ ഉടമയുടെ പഴയ ടാക്സ് റിട്ടേണുകളും നികുതി കുടിശ്ശികകളും പൂർണ്ണമായും അടച്ചു തീർക്കണം. ലഭിച്ച സ്വത്തിന്റെ മൂല്യത്തോളം ഈ ബാധ്യത നിലനിൽക്കും. പഴയ ആദായ നികുതി ആക്ടിലെ സെക്ഷൻ 159 ഇപ്പോൾ പുതിയ നിയമത്തിൽ സെക്ഷൻ 302 മാറി വന്നിരിക്കുന്നത്. സ്വത്ത് കൈമാറി കിട്ടുന്ന പണം സഹോദരങ്ങൾ വീതിച്ചെടുക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു തറവാട് വീട് 1,50,00,000 രൂപയ്ക്ക് കൈമാറ്റം ചെയ്യുന്നു. 3 സഹോദരങ്ങൾക്കാണ് ഇതിൽ അവകാശമുള്ളത്. അതിൽ ഒരാൾ ഗൾഫിലുള്ള NRI ആണ്, ഒരാൾ IT ജീവനക്കാരാണ്, മറ്റൊരാൾ ചെറിയ ബിസിനസ് നടത്തുന്ന ആളാണ്. കുടുംബത്തിലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയാലും നികുതി വകുപ്പ് ഓരോ അവകാശിയെയും വെവ്വേറെ വ്യക്തിഗത നികുതിദായകരായി മാത്രമേ കാണൂ. ഒരു കുടുംബത്തിൽ 3 സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടുന്ന പണത്തിന് ഒരാൾ മാത്രം നികുതി കണക്കാക്കിയാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൈമാറ്റത്തിന് ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും നിയമപരമായ ഓഹരികൾക്കനുസരിച്ച് 50 ലക്ഷം രൂപ വീതം വിഭജിച്ചാണ് ആദായ നികുതി കണക്കാക്കേണ്ടത്. ഓരോ സഹോദരനും സ്വന്തം പാൻ കാർഡ് ഉപയോഗിച്ച് വേണം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ. ഒരാൾ സ്വന്തം ഓഹരി തുക ഉപയോഗിച്ച് പുതിയൊരു വീട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ
അതിന്റെ നികുതി ഇളവ് ആ വ്യക്തിക്ക് മാത്രം ലഭിക്കും. ഒരു സഹോദരൻ പുതിയ വീട് വാച്ച് ലിസ്റ്റ് ചേർത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് നികുതി ഒഴിവാകില്ല. പഴയ നിയമത്തിലെ സെക്ഷൻ 54 പ്രകാരമുള്ള പുനർനിക്ഷേപ നികുതി ഇളവുകൾ പുതിയ ആദായ നികുതി ആക്ടിൽ സെക്ഷൻ 82 ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണം നടത്തുമ്പോൾ ഈ പുതിയ സെക്ഷൻ നമ്പറുകൾ വ്യക്തമായി ഓർത്തിരിക്കണം. ഒരു വീട് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് മറ്റൊരു റെസിഡൻഷ്യൽ വീട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ പരമാവധി 10 കോടി രൂപ വരെ മാത്രമേ ഈ സെക്ഷൻ 82 പ്രകാരം ഇളവ് ലഭിക്കൂ. നിർമ്മാണം പൂർത്തിയാക്കാൻ 3 വർഷത്തെ സമയവും പുതിയ വീട് സ്വന്തമാക്കാൻ 2 വർഷത്തെ സമയവും അല്ലെങ്കിൽ കൈമാറ്റത്തിന് 1 വർഷം മുൻപ് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള അവസരവുമാണ് നിയമം നൽകുന്നത്. ഇനി പ്രവാസി മലയാളികളുടെ അഥവാ NRI അവകാശികളുടെ കാര്യം നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. നാട്ടിലുള്ള സാധാരണ റെസിഡന്റ് നികുതിദായകർക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കൈമാറ്റങ്ങൾക്ക് സെക്ഷൻ 393 പ്രകാരം 1% TDS ആണ് ബാധകമാകുന്നത്. പഴയ നിയമത്തിലെ സെക്ഷൻ 194 IA ആണ് പുതിയ ആക്ടിൽ സെക്ഷൻ 393 ആയി മാറിയത്. എന്നാൽ NRI അവകാശികൾക്ക് ഈ 50 ലക്ഷത്തിന്റെ പരിധി ലഭിക്കില്ല. ഇത് ചെറിയ ഒരു കാര്യമല്ലെന്ന് മനസ്സിലാക്കണം. ഗൾഫിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഉള്ള NRI സ്വന്തം സ്വത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ വസ്തു വാങ്ങുന്നയാൾ കൃത്യമായി 12.5% ലോങ് ടേം നികുതിയോ അല്ലെങ്കിൽ 30% ഷോർട്ട് ടേം നികുതിയോ കൂടെ സർചാർജും സെസ്സും ചേർത്ത് മുഴുവൻ തുകയിൽ നിന്നും TDS ആയി പിടിച്ച് ആദായ നികുതി വകുപ്പിൽ അടയ്ക്കണം. പണം അക്കൗണ്ടിൽ എത്തുമ്പോഴേക്ക് വലിയൊരു തുക TDS ആയി പോയിട്ടുണ്ടാകും. പ്രവാസികൾക്ക് നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ വരുന്ന ഈ വലിയ നഷ്ടം ഒഴിവാക്കാൻ മുൻകൂട്ടി ആദായ നികുതി ഓഫീസിൽ നിന്ന് ലോവർ ഡിസ്കഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുക മാത്രമാണ് പുതിയൊരു വഴി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഥവാ HUF സ്വത്തുക്കളുടെ കാര്യത്തിലും കൃത്യമായ വ്യക്തത വേണം. എല്ലാ കുടുംബ സ്വത്തും സ്വയം HUF സ്വത്തായി മാറില്ല. കൈമാറ്റത്തിന് മുൻപ് പെട്ടെന്നുണ്ടാകുന്ന ഭാഗപത്രങ്ങളോ പാരമ്പര്യ കരാറുകളോ ആദായ നികുതി വകുപ്പ് അത്ര എളുപ്പത്തിൽ അംഗീകരിക്കണമെന്നില്ല. HUF സ്വത്ത് ഭാഗം വെക്കുമ്പോൾ നികുതി ബാധകം എങ്ങനെ വരുമെന്ന് നിയമവിദഗ്ധരുമായി മുൻകൂട്ടി ചർച്ച ചെയ്യണം. ഇപ്പം മനസ്സിലായോ ഒരു സ്വത്ത് കൈമാറുമ്പോൾ എത്രയെത്ര നികുതി നിയമങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്? കൈമാറ്റം നടന്ന കൃത്യമായ സമയത്തിനുള്ളിൽ പുതിയ വസ്തു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പണം വെറുതെ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ പോരാ. അതിനായി ആദായ നികുതി വകുപ്പ് നോട്ടിഫൈ ചെയ്ത ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിലേക്ക് അഥവാ CGIS അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കണം. ഏതെങ്കിലും അംഗീകൃത പൊതുമേഖലാ ബാങ്കിൽ CGS അക്കൗണ്ട് തുറന്ന് ഈ പണം സൂക്ഷിക്കാം. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന അവസാന തീയതിക്ക് മുമ്പ് ഈ പണം CGAS അക്കൗണ്ടിലേക്ക് മാറ്റിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ നികുതി ആനുകൂല്യം പൂർണ്ണമായും നഷ്ടപ്പെടും. പിന്നീട് ആ പണത്തിന് വലിയൊരു തുക നികുതിയായി കൊടുക്കേണ്ടി വരും. പല കുടുംബങ്ങളും അവസാന നിമിഷം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നേരിടുന്ന വലിയൊരു പിഴവാണിത്. പാരമ്പര്യമായി കിട്ടിയ മണ്ണ് കൈമാറ്റം ചെയ്യുമ്പോൾ കേവലം വിപണി വില മാത്രം നോക്കിയാൽ പോരാ. അതിന്റെ നിയമപരമായ രേഖകളും കൃത്യമായ നികുതി ആസൂത്രണവും ഉണ്ടായിരിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ സ്വത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ നിന്നും പരമാവധി തുക സുരക്ഷിതമായി സ്വന്തമാക്കാൻ ഈ നിയമവഴികൾ കൃത്യമായി മനസ്സിലാക്കണം. പണം കൈകാര്യം ചെയ്യുമ്പോൾ നിയമപരമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ അധ്വാന ഫലം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബസ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ആവശ്യമായ വില്ലേജ് രേഖകളും ENC അതായത് ഇൻകംബ്രൻസ് സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. പാരമ്പര്യ സ്വത്തിന്റെ കൈമാറ്റത്തിൽ കൃത്യമായ പേപ്പർ വർക്കുകൾ കൈവശമുണ്ടെങ്കിൽ മാത്രമാണ് നിയമപരമായ കുരുക്കുകളിൽ പെടാതെ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയും. ആദായ നികുതി നിയമങ്ങൾ മാറുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ബാധിക്കും. മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ മാത്രമാണ് ഇത്തരം നികുതി കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് ഏതൊരു സാമ്പത്തിക തീരുമാനവും എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക അഡ്വൈസറുമായി ചർച്ച ചെയ്യുക. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക. Yeah.